സേവിയുടെ അമേരിക്കയിലുള്ള മകളെ വിവരം അറിയിച്ചിട്ടുണ്ട്. ആ കുട്ടി അവിടെ സേഫാണെന്ന് വേണം കരുതാൻ. ഈ അലക്സാണ്ടർ ഒരു അവിവാഹിതനാ, മക്കളൊന്നുമില്ല. നമ്മൾ കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കുക. സേവി ഇതുവരെ റെസ്പോണ്ട് ചെയ്തിട്ടില്ല സാർ. അവിടെ ഒന്നും ആരുമില്ല സാറേ. കുറച്ചാളായിട്ട് ആരും ഇല്ലാത്ത പോലെ വീട് കിടക്കണേ. ഈ രാഘവൻ, ലോട്ടറി കച്ചവടക്കാരൻ രാഘവൻ ഈ കേസുമായിട്ട് എന്താ ബന്ധം? അത് നമുക്കറിയില്ല സാർ. എങ്കിലും വളരെ ആകസ്മികമായിട്ട് ഈ കേസിനകത്തേക്ക് കടന്നു വന്ന ഒരാളല്ല അയാള്. കൃഷ്ണദാസിന്റെ ശബ്ദം പോയ സർജറിയും പണ്ട് നടന്ന ആക്സിഡന്റും എവറിത്തിങ് ഈസ് ഇന്റർ കണക്റ്റഡ്. അവര് മക്കളെ ടാർഗറ്റ് ചെയ്യാണ് സാർ. ആരാടാ മൊത്തക്ക് ലൈറ്റ് അടിക്കും? അയൽക്കാരനാ സാറേ, കടയും പൂട്ടി വരുന്ന വഴിയാ. ആ, അയൽക്കാരനാ സാറേ. ഇയാളോട് ചോദിക്കടോ. അലക്സാണ്ടർ ഇവിടെ ഇല്ലേടോ? അങ്ങേര് വിടില്ല സാറേ. എവിടെ പോയതാ? 10-15 ദിവസം മുന്നേ ഒരു ബന്ധുവിന്റെ കല്യാണത്തിന് ദുബൈയിലേക്കാന്ന് പറഞ്ഞു പോയതാ. എപ്പോ വരുമെന്നറിയോ? ഒരു ഐഡിയ അല്ല സാറേ. സാർ, ദുബായിൽ നിന്ന് ഡോക്ടർ അലക്സാണ്ടർ വീഡിയോ കോളിലുണ്ട്. സാർ നമസ്കാരം. സിജോ സാറെല്ലാം പറഞ്ഞിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ്. ഒരുമിച്ചൊരു ആക്സിഡന്റ് ഉണ്ടായി എന്നല്ലാതെ ഞങ്ങൾ തമ്മിൽ വേറെ ബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല. ഡോക്ടർ എന്നാ നാട്ടിലേക്ക് വരുന്നത്? സാറേ എനിക്ക് ജീവനി കൊതിയുണ്ട് സാറേ. നിങ്ങൾ ആ ക്രിമിനലിനെ പിടിക്കുന്നത് വരെ ഞാൻ എന്തായാലും ഇവിടെ തന്നെ നിൽക്കാമെന്ന് കരുതുന്നു. ഒരു 5-6 മാസം മുമ്പ് ഞാൻ പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈൻറ്റ് തന്നായിരുന്നു. അന്നാരും അതിനൊരു വിലയും കൽപ്പിച്ചില്ല. ഞാനുണ്ട് നാട്ടിലേക്കില്ല സാറേ. ഡോക്ടർ കട്ടാക്കി സാർ. 6 മാസം മുമ്പ് പരാതിയോ? സോ ഇയാൾ അവിടുത്തെ ലോക്കൽ സ്റ്റേഷനിൽ തൻ്റെ വീടിന് നേരെ രാത്രി ആരോ കല്ലെറിഞ്ഞെന്നും പറഞ്ഞ് പരാതിപ്പെട്ടിരുന്നു. ഇതതിൻ്റെ എഫ്ഐആറിൻ്റെ കോപ്പിയാണ്. അപ്പോൾ എങ്ങനെ പറഞ്ഞ പോലെ നാളെ ഈവനിങ് തന്നെ അങ്ങ് ഓപ്പറേറ്റ് ചെയ്താലോ? സിസ്റ്റർ NPO ആഫ്റ്റർ 10 അല്ലേ? യെസ് ഡോക്ടർ. അപ്പം ഡോക്ടർ സാധാരണ പോലെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് വെച്ചാൽ കഴിച്ചോ. ആഫ്റ്റർനൂൺ നമുക്ക് പ്രിയോപ്പിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. എല്ലാം നീ മുറ പോലെ അങ്ങ് ചെയ്താൽ മതി. എൻ്റെ ഇവിടെ ആരും ഉണ്ടാവില്ല. ചെറിയ പരിപാടി ആയതുകൊണ്ട് വൈഫിൻ്റെ അടുത്ത് കൂടെ നിൽക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊന്നും സാരമില്ല, അതൊക്കെ ഞാൻ നോക്കിയോളാം. ഏതായാലും ഇതിൻ്റെ പേര് ഡോക്ടറിൻ്റെ അടുത്ത ആഴ്ചത്തെ പുസ്തക പ്രകാശന ചടങ്ങൊന്നും മാറ്റി വെക്കേണ്ടി വരത്തില്ല കേട്ടോ. താങ്ക് യു സലാം. ഓക്കെ. എബ്രഹാം ഹോസ്ലർ, ACP തൃശ്ശൂർ. ഡോക്ടറുടെ ഫോൺ ഇവിടെ ട്രൈ ചെയ്തിട്ട് കിട്ടിയില്ല. ഞാനിപ്പോൾ സർവീസിലില്ലല്ലോ. അൺനോൺ കോൾസ് ഒന്നും എടുക്കാറില്ല. ഓ, വാട്ട്സ് ദ മാറ്റർ? ഡോക്ടർ, ദർസ് എ ത്രെറ്റ് ടു യുവർ ലൈഫ്. നമ്മുടെ ജോലിയിൽ അതൊക്കെ എപ്പോഴും ഉള്ളതല്ലേ ഹോസ്റ്റർ? ഐ നോ ദാറ്റ്, ബട്ട് ദിസ് ഇസ് സംതിങ് പേഴ്സണൽ. ബർത്ത്ഡേ കില്ലറിൻ്റെ അടുത്ത ഇര ഒരുപക്ഷെ താങ്കളായിരിക്കാം. ഓ, ഐ സി. സാറ് വൈ മീ എന്ന് ചോദിച്ചില്ല. ഒട്ടും സർപ്രൈസ്ഡ് ആയുമില്ല. ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെല്ലാവരും മരിക്കേണ്ടവരല്ലേ? എനിത്തിങ് ക്യാൻ ഹാപ്പൻ ടു എനി വൺ എനി ടൈം അല്ലേ? എല്ലാവർക്കും ഒരേ മറുപടികൾ. അതുകൊണ്ട് തന്നെ കൃഷ്ണദാസിനെ അറിയൂ എന്നുള്ള ചോദ്യത്തിന് ഇവിടെ പ്രസക്തിയില്ല. Am I right, doctor? ഓക്കെ ഡോക്ടർ, യു ക്യാരി ഓൺ. സർജറി മുടക്കണ്ട. ഞങ്ങളുടെ ആളുകൾ കാവലായിട്ട് കൂടെ തന്നെ ഉണ്ടാവും. സാർ, He is a dead man walking. He knows that. സേവി പറ. സെൽവ, ഞാൻ ഫോൺ എടുക്കാത്തതുകൊണ്ട് ഹോസ്റ്റലർ നേരിട്ടെത്തി. അടുത്തത് ഞാനാണെന്ന് പറഞ്ഞു. ശിവകുമാർ എവിടെ? വിളിച്ചിട്ട് കിട്ടിയില്ല. അലക്സാണ്ടർ? അവൻ ദുബായ് തന്നെ ഉണ്ട്. ശിവകുമാർ ഞാൻ വിളിച്ചോളാം. നീ സർജറിക്ക് റെഡി ആയിക്കോ. ഓസ്ലറാ, അയാൾ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാൻ വരുന്നുണ്ടെന്നോ?
ഞാൻ അടുക്കളയിൽ നിന്ന് വന്ന് നോക്കുമ്പോൾ ആളെ കാണുന്നില്ല, കാറും ഇല്ല, മൊബൈൽ ഇവിടെ വെച്ചിട്ടാ പോയത്. ആരെ വിളിക്കും, എവിടെ അന്വേഷിക്കും, ഒരു പിടുത്തവും കിട്ടുന്നില്ല. ഈ സുഹൃത്തുക്കളോടോ പിന്നെ അദ്ദേഹം പോകാൻ സാധ്യതയുള്ള സ്ഥലത്തൊക്കെ അന്വേഷിച്ചില്ലേ? എല്ലായിടത്തും അന്വേഷിച്ചു സാറേ. രാഘവ, മര്യാദക്ക് സത്യം എനിക്കൊന്നും ഓർമ്മയില്ല സാറേ. പ്രായം കുറേ ആയില്ലേ സാറേ. എനിക്കറിയാവുന്ന കാര്യമാണ് പറയണതിൽ എന്താ വിരോധം സാറേ? മരിച്ചുപോയ കൂട്ടത്തില് എൻ്റെ മോനുമില്ല സാറേ. രാഘവൻ ചേട്ടാ, ചേട്ടന്റെ മകനെ കൊന്നവരെ നമുക്ക് കണ്ടുപിടിക്കണ്ടേ? ചേട്ടൻ ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഞാനൊരു മെഡിക്കൽ കോളേജിൽ പോയിട്ട് എനിക്ക് ഓർമ്മയില്ല സാറേ. എന്റെ തൃപ്പങ്ങാട്ട് ഭഗവതി തന്നെ സത്യം, എനിക്ക് ഒന്നും ഓർമ്മയില്ല സാറേ. സത്യം. നിർത്തടാ സിജോ. ഇവ മറന്നുപോയതാണെങ്കിലും അല്ലെങ്കിലും 1989 ഇവൻ എന്ത് ചെയ്യായിരുന്നു എന്നുള്ളത് എനിക്കറിയണം. അറിഞ്ഞേ പറ്റൂ. എന്തായാലും കൃഷ്ണദാസിന്റെ സർജറി നടന്ന ടൈമില് ഡോക്ടർ അലക്സാണ്ടറും സേവി പുന്നൂസും സെൽവരാജൊക്കെ അവിടെ PG സ്റ്റുഡൻസ് ആയിട്ടുണ്ടായിരുന്നു. യു നോ വാട്ട് ദാറ്റ് മീൻസ്? കൃഷ്ണദാസിന്റെ സർജറിയിൽ ഇവരെ 3 പേരും അസിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും അല്ലേ സർ? ബട്ട് രാഘവൻ, കൃഷ്ണദാസിനെ കിട്ടണം. എങ്കിൽ മാത്രമാണ് ഈ കുരുക്ക് പൂർണ്ണമായിട്ട് അടിക്കാൻ പറ്റൂ. സാർ, അലക്സാണ്ടർ വീട്ടിലെത്തിയിട്ടുണ്ട്. അയൽക്കാരൻ ലോക്കൽ സ്റ്റേഷനിലേക്ക് വിളിച്ചു പറഞ്ഞതാ. അയാൾ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നത്? ഡോക്ടർ, വൈ ഡിഡ് യു കം ബാക്ക്? ഞാൻ ഓടി മടുത്തു. എനിക്കിനി വയ്യ. നിങ്ങളിങ്ങോട്ട് നേരിട്ട് വാ, ഞാനെല്ലാം പറയാം. ഐ തിങ്ക് യു ഡിസേർവ് ടു നോ. നമ്മളവിടെ ഓടിയെത്തുമ്പോഴേക്കും രാത്രിയാവും. ലോക്കൽ സ്റ്റേഷനിൽ വിളിച്ച് അയാളുടെ കൂടെ ആളുണ്ടാവണമെന്ന് പറയണം. സാർ, അലക്സാണ്ടർ അകത്തുണ്ട്. സ്റ്റെപ്പ് കയറി 2ാമത്തെ മുറി. ഡോക്ടർ, ഒന്ന് രണ്ട് മെയിലുകൾ ചെയ്യായിരുന്നു. ഇനിയിപ്പം എന്നാന്ന് ഓർത്തിട്ടാ. അലക്സാണ്ടറിന് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് എവിടുന്ന് പറഞ്ഞു തുടങ്ങണമെന്ന് എനിക്കറിയില്ല. കുറച്ച് കൃഷ്ണദാസ്. നിക്ക്, എങ്ങോട്ടാ? ടോർച്ച് ഉണ്ടോ ഇവിടെ?
എല്ലാത്തിനും പിറക്കിയെടുക്കണോ കൃഷ്ണദാസ്. ലെറ്റ്സ് ഗോ. കൃഷ്ണദാസ്, അലക്സാണ്ടറിനെ എങ്ങോട്ടാണ് കൊണ്ടുപോയത്? പറയടാ. സോ വി ആർ ലൂസിംഗ് ടൈം. കൃഷ്ണദാസ്, അലക്സാണ്ടർ എവിടെ? മരണപ്പെട്ടവർ ജീവിക്കുന്നവരെ സഹായിക്കുന്നു. ഹാപ്പി ബർത്ത്ഡേ. കൃഷ്ണദാസ്, തനിക്ക് സംഭവിച്ച നിർഭാഗ്യത്തിന് നീതീകരണമില്ല. ബട്ട് 3 പേര് മരിച്ചു കഴിഞ്ഞില്ലേ? ഇനിയെങ്കിലും നിർത്തിക്കൂടെ? സർ, കൃഷ്ണദാസ് ഒന്നും സംസാരിക്കുന്നു തോന്നുന്നില്ല സർ. കൂടെ പിടിക്കപ്പെട്ടവരൊക്കെ കേരളത്തിന് പുറത്തുള്ള ഹയറ്റ് മസിൽസാ. അവർക്ക് കിട്ടിയിട്ടുള്ള കാശ് പോലും സബ് കോൺട്രാക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ളതാ. അതുകൊണ്ട് തന്നെ ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആരാന്നൊന്നും അറിയില്ല. ശരി സർ. സർ, സോ വാട്ട്സ് നെക്സ്റ്റ്? ഒരു വലിയ പാട്ടുകാരനാകുമെന്ന് ലോകം മുഴുവൻ പറഞ്ഞൊരു കലാകാരനാണ് അകത്തിരിക്കുന്നത്. കൃഷ്ണദാസിന് എത്രയും പെട്ടെന്ന് നമ്മുടെ കസ്റ്റഡിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ജീവിച്ചു മതിയായ ഒരു മനുഷ്യനെ നമ്മളിനി എന്ത് പറഞ്ഞ് ഭയപ്പെടുത്താൻ? അയാളുടെ കണ്ണുകളിലുണ്ടെല്ലാം.